ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിടെക്നിക് മാത്സ് ആണ്. അതിലെ ചാപ്റ്റർ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ചാപ്റ്റർ 4 കോർഡിനേറ്റ് ജിയോമെട്രിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ഇക്വേഷൻസ് പരിചയപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കി, ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല നോക്കി? 2Dയിലെ 2 പോയിൻ്റാണ്. 2D എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷനാണ്. അതിലെ 2 പോയിൻ്റാണ് എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാണ്ട x1, y1. ഏതാണ്ട് x1, y1ഉം അതുപോലെ ബി എന്ന് പറയുന്ന പോയിൻ്റാണ് ഏതാ? S2, y2. അതിലെ കോർഡിനേറ്റ് ആണ് ഏതാണ്? S2, y2. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഏത്? ഇതെവിടെ ഉണ്ട്? ഏതാണ്? d = √(s2 - x1)² പ്ലസ് y2 - y1 2. ഇത് തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. d = ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. x1 - s2² പ്ലസ് y1 - y2 എന്ന് എഴുതിയാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻസർ എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. 2Dയിൽ അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. എയുടെ പോയിന്റ് ഏതാണ്ട x1, y1ഉം ബിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട S2, y2 ആണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഏത്? ഡിസ്റ്റൻസ് ഫോർമുല. നെക്സ്റ്റ് ഒന്ന് പറയാനായിട്ടുള്ളത് ഒരു ലൈനാണ് ഉണ്ടായത് എ ബി എന്ന് പറയുന്ന ലൈനാണ്. അതിൽ സി എന്ന് പറയുന്ന പോയിൻ്റാണ്. അതാണ്ട് സി എന്ന് പറയുന്ന പോയിൻ്റ് ആ ഒരു ലൈനിനെ m:n റേഷ്യോയിൽ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, സംഭവം നിസ്സാരമാണ്. അതായത് ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ഇതിനെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താണ്? ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യേണ്ട? m:n റേഷ്യോയിൽ അതിനെ കട്ട് ചെയ്യുകയാണ്. ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ് മിഡ് പോയിന്റ് ഒന്നുമല്ല. സി എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനിൽ എവിടെയോ ആണ്. പക്ഷേ നമുക്കറിയാം ആ സി എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനെ കട്ട് ചെയ്ത റേഷ്യോ നമുക്കറിയാം. അത് ഏതാണ്ട m:n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഗിവണായിട്ട് തരുന്ന ഇവിടെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യന് തരുന്ന 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന് എയുടെ കോർഡിനേറ്റ് അറിയാമായിരിക്കും, ബിയുടെ കോർഡിനേറ്റ് അറിയാമായിരിക്കും, പിന്നെ നമുക്ക് ആരെ അറിയാം? റേഷ്യോ m:n എന്ന് പറയുന്ന റേഷ്യോയും ഇവിടെ അറിയാം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം സിയുടെ കോർഡിനേറ്റ് ഞാൻ XY എന്ന് ഗസ് ചെയ്യുകയാണ്. ആ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? mx2+. ഇതാണ് എൻ്റെ ഇക്വേഷൻ. എയുടെ കോർഡിനേറ്റ് x1, y1ഉം ബിയുടെ കോർഡിനേറ്റ് എന്താണ്ട് S2, y2 ആണെങ്കിൽ സി എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ബൈ എന്താണ്ട m പ്ലസ് n. ഇതായിരിക്കും ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ സെക്ഷൻ ഫോർമുല എന്ന് പറയും. എക്സ്റ്റേണലും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്റ്റേണൽ ഒന്നുമില്ല, നമുക്ക് ആകെ എന്തേ ഉള്ളൂ? ഇൻറ്റേർണലേ ഉള്ളൂ. നിങ്ങൾ അതിലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സെക്ഷൻ ഫോർമുല എന്നാണ് കേട്ടോ. സെക്ഷൻ ഫോർമുല ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന ലൈൻ, ആ ഒരു എ കോർഡിനേറ്റ് നമുക്കറിയാം x1, y1. അതുപോലെ ബി എന്താണ്ട S2, y2. ആ സി എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്ട m:n ആണെങ്കിൽ സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഏത്? ms2 പ്ലസ് nx1 ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ബൈ എന്താണ്ട m പ്ലസ് n. ഇത് നിങ്ങൾ എന്താണ് കാണാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ, മറന്നു പോവല്ല, നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണ്ട? മിഡ് പോയിന്റ് ഫോർമുല. അതായത് ഇവിടെ നമുക്ക് എയും ബിയും ആയിട്ട് എടുക്കാം. ഇത് എയും ഇതിനെ ബിയും ആയിട്ട് എടുക്കാം. എ ബി എന്ന് പറയുന്ന ലൈൻ, അതിന് കറക്റ്റ് മിഡായിട്ട് വരുന്ന പോയിൻ്റാണ് ഇതാ ഈ ഒരു പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എയുടെ കോർഡിനേറ്റ് എന്താണ്? എയുടെ കോർഡിനേറ്റ് x1, y1ഉം ബിയുടെ കോർഡിനേറ്റ് എന്താണ്? S2, y2 ആണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് S2/2ഉം y1 പ്ലസ് y2/2 ആണ്. ഇത് കുറച്ചും കൂടെയൊക്കെ വ്യക്തമാകുന്നത് നമ്മൾ എന്താണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്ലിയർ ആകുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. x1 പ്ലസ് S2/2ഉം അതുപോലെ എന്താണ് y1 പ്ലസ് y2/2 ആണ്. ഇനി നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത് സെൻട്രോയിഡ് ആണ്. എന്താണ് സെൻട്രോയിഡ് എന്ന് നോക്കാം. സെൻട്രോയിഡ് ഓഫ് എ
ട്രയാങ്കിൾ, സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. എന്താണ് ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതായത് നമുക്ക് ഈ ട്രയാങ്കിളിൽ 3 വെർട്ടിസസ് ഉണ്ട്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്ട കോർണർ പോയിന്റ് ആണ്. ഈ കോർണർ പോയിന്റിൽ നിന്ന്, ഇതൊരു കോർണർ അല്ലേ, ഈ കോർണർ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മീഡിയൻ. എന്താണ്ട? മീഡിയൻ. അങ്ങനെ നമുക്കൊരു ട്രയാങ്കിളിന് എത്ര മീഡിയൻ ഉണ്ട്? 3 മീഡിയൻ ഉണ്ടേ. അപ്പോൾ ഈ 3 മീഡിയനും കൂടെ എന്താണ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെൻട്രോയിഡ്. എന്താണ്ട? സെൻട്രോയിഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് അറിയാമെങ്കിൽ, വെർട്ടിസസ് എ, ബി, സി, അത് വേറെ ഒന്നുമില്ല, എന്താണ് ഈ ട്രയാങ്കിളിൻ്റെ കോർണർ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിസസ്. അപ്പോൾ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും. സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയേ ഉള്ളൂ, എന്താണ്? അതിന് ആദ്യം ഇവിടുത്തെ എക്സ് പാർട്ടുകൾ കൂട്ടുക. x1ഉം s2ഉം s3 അല്ലേ. അപ്പോൾ x1 പ്ലസ് s2 പ്ലസ് s3 ബൈ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമ അടുത്ത വൈ പാർട്ടാണെങ്കിലോ വൈ പാർട്ട് എല്ലാം കൂടെ കൂട്ടുക. ഇവിടെ ആരാണ്? ഇവിടെ y1 y2 y3. അപ്പോൾ y1 പ്ലസ് y2 പ്ലസ് y3 ഓൾ ഡിവൈഡ് ബൈ 3. ഇത്രയേ ഉള്ളൂ എന്ത്? ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത് നോക്കിയ സ്ലോപ്പ് ഓഫ് എ സെഗ്മെൻറ്റ്. സ്ലോപ്പ് ഓഫ് എ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ലൈൻ സെഗ്മെൻ്റ് ആണ്. ഈ ലൈൻ സെഗ്മെൻറ്റിൽ 2 പോയിന്റ് നമുക്കറിയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പോയിന്റ് ഏതാണ്ട് x1, y1ഉം അടുത്ത പോയിന്റ് എന്താണ്? s2, y2 ആണ്. ഓക്കെ, ഈ 2 പോയിന്റ് അറിയാമെന്ന് കരുതുക. 2 പോയിന്റ്, ആ ലൈനിലെ 2 പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പ്. എൻ്റെ മലയാളം പറഞ്ഞാൽ ചരിവാണ്. ഈ സ്ലോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഏതാണ്? സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ എന്താണ്? s2 മൈനസ് x1. തിരിച്ചു എഴുതാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, അല്ല എങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? തിരിച്ചിങ്ങനെ എഴുതിയാലും ശരിയാണ്. y1 മൈനസ് y2 ബൈ x1 മൈനസ് s2 എന്ന് എഴുതിയാലും ശരിയാണ്. തിരിഞ്ഞു പോവല്ലേ. ഇവിടെ y1 മൈനസ് y2 എഴുതി താഴെ എന്താണ്? s2 മൈനസ് s1 എന്ന് എഴുതി വെക്കല്ലേ. ആൻസറിൽ ഒരു എക്സ്ട്രാ മൈനസ് കയറി വരും. അങ്ങനെ നിങ്ങൾ എന്താണ് മണ്ടത്തരം കാണിച്ച് കളയരുത്. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ലൈനിൻ്റെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സ്ലോപ്പ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഒരു ലൈനിലെ 2 പോയിന്റ് അറിയാമെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്താണത്? y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ. ഇക്വേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. അല്ല, ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെയും വെർട്ടിക്കൽ ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ എന്താണ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ആദ്യം എക്സ് ആക്സിസിൻ്റെ എടുക്കാം. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അല്ലേ. അപ്പോൾ എക്സ് ആക്സിന് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ. എന്ത് പറയും? ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആൻഡ് എക്സ് ഡാഷ് ആണ്. നമ്മൾ നോക്കിയോ, ഇവിടെ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വൈയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ഇതിലേത് ഇപ്പോൾ ഇതൊരു ഇവിടുത്തെ പോയിന്റ് 5 ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പോയിന്റ് ഏതായിരിക്കും? 5,0 കണ്ടോ? അവിടെ എന്താണ്? 5ന് എക്സിന് വാല്യൂ ഉണ്ട്, പക്ഷേ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ എന്താണ്ട? y ഈക്വൽ ടു 0. എന്താണ്ട? ഹൊറിസോണ്ടൽ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്ട? y ഈക്വൽ ടു 0. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞു. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 0. അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? y ഈക്വൽ ടു 0. ഇനി നമുക്ക് നേരെ y ആക്സിലേക്ക് വരാം. y ആക്സിൽ നമ്മൾ ഒരുപാട് പോയിന്റ് ഇവിടെ ഉണ്ടല്ലോ. y ആക്സ് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട് y ആക്സിൽ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വെർട്ടിക്കൽ ലൈൻസ്. എന്ത് പറയും? വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? ഏത് പോയിന്റ് എടുത്താലും ഇപ്പോൾ ഇവിടെ വൈയുടെ ഇവിടുത്തെ ഒരു വാല്യൂ 5 ആണെന്ന് കരുതിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പോയിന്റ് ഏതായിരിക്കും? 0,5. അതായത് എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ എന്താണ്ട? 5ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് എടുക്കുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? വൈയും വൈ ഡാഷും ആണ്. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 0. ഇതായിരിക്കും
വെർട്ടിക്കൽ ലൈൻസ് അല്ലെങ്കിൽ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു സെഷൻ നോക്കി. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് എ സ്ലോപ്പ് എം. ഇത് ഇവിടെ തന്നിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണേ. സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് എത്രയെന്നറിയാം? എം എന്നും അറിയാം, വൈ ഇൻ്റർസെപ്റ്റ് എന്നും അറിയാം, സി എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇക്വേഷൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ലൈൻ്റെ ഇക്വേഷനാണ്. ആ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലൈൻ. അതെന്താണ്? വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് ഏതാണ്ട് സി ആണ്. ഏതാണ് ആ പോയിന്റ്? ഏതാണ്? സി. ആ ഒരു പോയിന്റ് സി ആണ്. ഇതിൻ്റെ സ്ലോപ്പ്, ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എം ആണ്. സ്ലോപ്പ് എന്താണ്ട? എം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മറ്റൊരു പേരൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പറയും, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്ത് പറയും? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. വളരെയധികം ഈസിയാണ്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. y = mx + c എന്നാണ്. y = എന്താണ്? mx + c. ഇതിൽ m എന്താണ്? m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. m എന്ന് പറയുന്നത് എന്താണ്ട? സ്ലോപ്പ്. c എന്ന് പറയുന്നത് എന്താണ്? c. y ഇൻ്റർസെപ്റ്റ്. എന്താണ്ട? y ഇൻ്റർസെപ്റ്റ്. c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ്. ഇവിടെ വൈക്കും എക്സിനും നമ്മളങ്ങനെ വാല്യൂ കൊടുക്കൂല ഇക്വേഷനിൽ. വൈയും എക്സും അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ്. സി എന്ന് പറയുന്നത് എന്താ? വൈ ഇൻ്റർസെപ്റ്റ്. പ്രത്യേകമായിട്ട് ഓർമ്മ വേണേ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതിനോട് പറഞ്ഞ പേരെന്താണ്ട? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. നെക്സ്റ്റ് നോക്കിക്കേ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിങ് എ സ്ലോപ്പ് എം ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് x1, y1. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഗിവൺ ആയിരിക്കും. ഒന്ന് സ്ലോപ്പ് എന്താണ്ട? എമ്മും നമുക്കൊരു പോയിന്റ് കൂടെ തന്നിരിക്കും. ആ പോയിൻ്റാണ് ഏത്? x1, y1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ എഴുതാൻ പറ്റും? എന്താണ് ആ ലൈൻ്റെ ഇക്വേഷൻ? ആണ് y - y1 = m × x - x1. ഇതാണ് ഇക്വേഷൻ. എന്താണ്ട? y - y1 = m × x - x1. ഇവിടെയും നമ്മൾ വൈക്കും എക്സിനും വാല്യൂ കൊടുക്കില്ല. ബാക്കിയുള്ള എല്ലാത്തിനും വാല്യൂ കൊടുക്കും. y1 വാല്യൂ ഉണ്ട്, എമ്മിന് വാല്യൂ ഉണ്ട്, x1 എന്തുണ്ടാ? വാല്യൂ ഉണ്ട്. ഓക്കെ. അപ്പോൾ y - y1 = m × x - x1. ഇതെല്ലാം നിങ്ങളൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വിടുന്നത് വളരെ നല്ലതായിരിക്കും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത് വളരെയധികം ഈസി ആയിരിക്കും. ഓക്കെ. ഇനി ഇതിന് മറ്റൊരു പേരൂടെ ഉണ്ട്. നമ്മളതിനെ പറയുന്ന പേരാണ്, ഒരു പോയിന്റും ഒരു സ്ലോപ്പും മാത്രം അറിയാമെന്നുള്ളത്. ഇതിന് നമുക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്. എന്താ? പോയിന്റ് സ്ലോപ്പ് ഫോം. എന്ത് പറയും നമ്മളതിനെ? പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത എന്താണ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ്. അനദർ മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത ഒരെണ്ണം നോക്കി. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് x1, y1 ആൻഡ് x2, y2. ആ ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ നോക്കൂ. x - x1 / s2 - x1 = y - y1 / y2 - y1. ഇതാണ് ആ ഇക്വേഷൻ. എന്താണ്ട്? x - x1 / s2 - x1 = y - y1 / y2 - y1. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് 2 പോയിന്റ് ഫോം. എന്ത് പറയും? 2 പോയിന്റ് ഫോം. അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോയിന്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്ട? x - x1 / s2 - x1 = y - y1 എന്താണ്ട? y2 - y1. നെക്സ്റ്റ് നോക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ മേക്കിംഗ് ഗിവൺ ഇൻ്റർസെപ്റ്റ്സ് ഓൺ ദി ആക്സിസ് ഓഫ് ദി കോർഡിനേറ്റ്. അതായത് ഒരു ലൈൻ പാസ് ചെയ്ത് പോകുമ്പോൾ അത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും എന്താ ചെയ്യും? ഇവിടെ ടച്ച് ചെയ്യും. അപ്പോൾ അത് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. അത് ഏത് പോയിൻ്റാണ്ട? എ. ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട? എ. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ ഒറിജിൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്ട? എ ആണ്. ഏതാണ്ട? എ. അതുപോലെ ഇവിടുത്തെ ലെങ്ത്, അത് വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ബി ആണ്. അപ്പോൾ ഇത്രയും ലെങ്ത് എന്താണ്? ഇത്ര ലെങ്ത് ബി ആണ്. എന്താണ്ട? ബി. ഓക്കെ.
അപ്പോൾ എയും ബിയും ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഓക്കെ. അപ്പോൾ എയും കിട്ടി, നമുക്ക് എന്താണ് ബിയും നമ്മൾ എഴുതി. ഇതാണ് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിങ്ങനെയാണ്: എക്സ് ബൈ എ ഏതാണ്ട എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതായിരിക്കും ഇക്വേഷൻ. ഓക്കെ. എന്താണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇതായിരിക്കും എന്തിൻ്റെ ഇക്വേഷൻ? അതെന്താ, നമുക്ക് എന്താണ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് അത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. ഇത് നമ്മൾ മറ്റൊരു പേരുണ്ട്. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്ത് പറയും നമ്മൾ? ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. ഓക്കെ. ഇൻ്റർസെപ്റ്റ് ഫോം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ടു എ ലൈനാണ്. അതായത് ഒരു ലൈൻ്റെ ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്താണ്? ഒരു ലൈൻ്റെ ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? ആ സ്ട്രക്ചർ എങ്ങനെ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. എന്താണ് ഇക്വേഷൻ? എന്താണെന്നുള്ളത് ഞാൻ എഴുതാം. എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഒരു ലൈനിൻ്റെ എന്താണ് ജനറൽ ഇക്വേഷൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ്റെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ വരുന്ന സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. പക്ഷേ ഈ സ്ട്രക്ചറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും, വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇവിടെ എന്താണ്ട എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ ആദ്യം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്? ആദ്യം സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പം നിങ്ങൾ തന്നെ പറയണം എന്താണ് അതെന്ന്. നിങ്ങൾ തന്നെ പറയണം എന്താണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. നിങ്ങൾ പറയണം എന്താണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്താണ്ടാ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതായത് സ്ലോപ്പും കാണും, ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റും കാണും. അതെന്താണ് ഇക്വേഷൻ? എന്താണ്? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? കൊണ്ടുപോകാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എടുക്കും. നമ്മുടെ ഇക്വേഷൻ ആദ്യം ആരാണ്ടാ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണല്ലേ? അപ്പോൾ നമുക്കിവിടെ ആദ്യം വൈ ഇല്ലേ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ടേം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുക? അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് എ എക്സ് അപ്പുറത്തും എന്താവും? മൈനസ് എ എക്സ് ആവുമല്ലോ. ബി വൈ ഈക്വൽ ടു പ്ലസ് എ എക്സ് അപ്പുറത്തും മൈനസ് എ എക്സ് പ്ലസ് സി അപ്പുറത്തും എന്താവും? മൈനസ് സി എന്നാവും. നമുക്ക് വൈ ഈക്വൽ ടു എന്നാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ വൈ മാത്രം ഇവിടെ വെച്ചിട്ട് ബി അപ്പുറത്തോട്ട് തള്ളാൻ പോവുകയാണ്. അപ്പോൾ എന്താവും? അത് ഇൻറ്റു ചെയ്തേക്കണ ബി അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും അല്ലേ? മൈനസ് എ എക്സ് മൈനസ് സി ഓൾ ഡിവൈഡഡ് ബൈ ബി. നമുക്കതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? മൈനസ് എ എക്സ് ബൈ ബി എന്നും മൈനസ് സി ബൈ ബി എന്നും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണല്ലേ? അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈ ഈക്വൽ ടു എക്സിനെ അങ്ങനെ വെച്ചിട്ട് മൈനസ് എ ബൈ ബി ഒരുമിച്ച് എഴുതണം. മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ്. ഇവിടെ പ്ലസ് ഉണ്ടല്ലേ? പ്ലസിനെ അതുപോലെ ഇട്ടിട്ട് ഇതിനെ എന്താണ് ഒറ്റ ഗ്രൂപ്പ് ആക്കിയാണ് മൈനസ് സി ബൈ ബി എന്ന് എഴുതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈ ഈക്വൽ ടു മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് പ്ലസ് എന്താണ് മൈനസ് സി ബൈ ബി എന്നുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഇവിടെ എം എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? സ്ലോപ്പാണ്. ഇവിടെ എന്താണ് എക്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു നമ്പർ ആരാണ്? മൈനസ് എ ബൈ ബി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? മൈനസ് എ ബൈ ബിയും അതുപോലെ എന്താണ് വൈ ഇൻ്റർസെപ്റ്റ് അല്ലേ? ഈ ഇപ്പോൾ കിടക്കുന്ന രണ്ടാമത് ഇവിടെ ലാസ്റ്റ് പ്ലസ് സി കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ എന്തായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മൈനസ് സി ബൈ ബി ആണ് ആര്? ഇവിടുത്തെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? മൈനസ് സി ബൈ ബി ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഇക്വേഷൻ കാണുകയാണെങ്കിൽ എന്താണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു എന്ന രീതിയിൽ എന്താണ് ഒരു ലൈൻ്റെ ഇക്വേഷൻ കാണുകയാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് നിങ്ങൾക്ക് കണ്ണുമൂട്ടി എഴുതുക. എന്താണ് ആൻസർ? മൈനസ് എ ബൈ ബി ആണ്. മൈനസ് എ ബൈ ബി. അതുപോലെ തന്നെ വൈ ഇൻ്റർസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ഇവിടെ ഏതായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിയുടെ ഇവിടെ മൈനസ് എടുക്കുക. മൈനസ് സി ബൈ ബി. ഇത്രയേ ഉള്ളൂ.
ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാണ്. ആ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഇന്റർസെപ്റ്റ് ഫോമിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്കാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇന്റർസെപ്റ്റ് ഫോമിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം അല്ലേ? നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം എന്താണ്? ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ? x/a പ്ലസ് y/b = 1. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? x/a പ്ലസ് y/b = 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? x/a പ്ലസ് y/b = 1. ഇതാണ് ആ ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് എന്തിലോട്ട് കൊണ്ടുപോകണം? ഈ ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്ടാ? y = നമ്മുടെ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? ax അല്ലേ? ax പ്ലസ് by പ്ലസ് c = 0. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിനെ പ്ലസ് സി എന്ത് ചെയ്യാൻ അപ്പുറത്ത് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ax പ്ലസ് by, സി അങ്ങ് അപ്പുറത്ത് കൊണ്ട് എന്താവും? -c ആവും അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്സ് ഉണ്ട്, y ഉണ്ട്, അപ്പുറത്ത് എന്തായിരിക്കണം? ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് എന്തായിരിക്കണം? 1 ആയിരിക്കണ്ടേ? അപ്പോൾ നമുക്ക് എല്ലാത്തിനും എന്ത് ചെയ്യാം? ഒരു -c കൊണ്ട് എന്ത് ചെയ്യാന്ന്? ഡിവൈഡ് ചെയ്യാം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? -c കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ -c കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ax ബൈ എന്താണ്? ax ബൈ -c അടുത്തത് പ്ലസ് എന്താണ്? by ബൈ -c ഈക്വൽ ടു അപ്പുറത്തും അതുപോലെ എന്താണ്? -c ബൈ ഏതാണ്ട -c. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? -c കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു -c ഇവിടെ എന്തായി പോവും? കട്ടായി പോവും. ബാക്കി ഇനി ഇവിടെ ആര് മാത്രം വരും? ഇവിടെ എങ്ങനെ വരും? a ബൈ -c ഇൻറ്റു എക്സ് പ്ലസ് b ബൈ -c ഇൻറ്റു y ഈക്വൽ ടു 1 ആയി. ഇപ്പോൾ എന്തായി സംഭവം? ഈക്വൽ ടു അപ്പുറത്ത് എന്തായി? 1 ആയി അല്ലേ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി വീണ്ടും നമുക്ക് മുകളിൽ x/a ഫോർമാറ്റിലോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ a ബൈ -c എവിടെ വരണം? എക്സിൻ്റെ അണ്ടറിൽ, എക്സിൻ്റെ താഴെ വരണം. അതുപോലെ b ബൈ -c എവിടെ വരണം? വൈയുടെ താഴെ വരണം. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോണേ. എക്സിൻ്റെ അണ്ടറിൽ a ബൈ -c വരണമെന്നുള്ളതിന് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. -c/a എന്ന് എഴുതണം. കാരണം ഇങ്ങനെ എഴുതിയാലല്ലേ ഇതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ടല്ലേ നമ്മൾ മുകളിൽ ഇൻറ്റു ചെയ്യുക. ഇതിൻ്റെ റെസിപ്രോക്കൽ -c/aയുടെ റെസിപ്രോക്കൽ എന്താണ്ടാ? a ബൈ -c കൊണ്ടല്ലേ നമ്മൾ മുകളിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. x ബൈ എന്താണ്? -c/a എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇതും എന്തായിട്ട് മാറും? b ബൈ -c നമ്മൾ വൈയുടെ അണ്ടറിൽ, വൈയുടെ താഴെ കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? അത് -c/b ആയിട്ട് മാറും. എന്താവും? -c/b ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 1. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സിൻ്റെ താഴെ വരുന്നതാണ് ആര്? എക്സിൻ്റെ താഴെ വരുന്ന a, അതാണ് എന്ത്? എക്സ് ഇൻ്റർസെപ്റ്റ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സ് ഇൻ്റർസെപ്റ്റ് ആരാണ്? ഇവിടുത്തെ എക്സ് ഇൻ്റർസെപ്റ്റ് ആരാണ്ടാ? -c/aയും ഇവിടെ വൈയുടെ ഇൻ്റർസെപ്റ്റ് ഏതാണ്? വൈയുടെ ഇൻ്റർസെപ്റ്റ് ആരാണ്? വൈ ഇൻ്റർസെപ്റ്റ് ആരാണ്? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/b ആണ്. അപ്പോൾ -c/a എന്താണ്ടാ? എക്സ് ഇൻ്റർസെപ്റ്റും. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ആരാണ്? വൈ ഇൻ്റർസെപ്റ്റ് -c/b ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ സെക്ഷനിലുള്ള കുറച്ച് എന്താണ് ഇക്വേഷൻസ് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എൻ്റെ ക്ലാസ് മനസ്സിലായി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക? എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.